വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി അസാധാരണവും അപലപനീയവുമെന്ന് മന്ത്രി പി രാജീവ്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന കോൺഫറൻസിൽ വിഷയം അവതരിപ്പിക്കാനാണ് ക്ഷണം ലഭിച്ചിരുന്നത്. കേരളം അംഗീകരിക്കപ്പെടേണ്ടതില്ല എന്ന ചിന്ത നാടിനെതിരായതാണെന്നും പി രാജീവ് പ്രതികരിച്ചു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം നൽകുന്നത്. കേരളത്തിന്റെ സംരംഭക വർഷം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച കാര്യം IIM ഇൻഡോർ ഡയറക്ടർ ഹിമാൻഷു റോയ് മുൻപ് പങ്കുവച്ചിരുന്നു. I would also like to congratulate the government of Kerala under the leadership of the Honorable Chief Minister, Mr. P. Vijayan and Shri P. Rajiv Ji, the Honorable Minister for Law, Industries and COIR, on having developed such an impactful and innovative industrial policy. The world is studying it. I'm very delighted to tell you that the American Society of Public Administration USA has selected the Year of Enterprises initiative as an innovative policy catering to the development of an entrepreneurship ecosystem and has invited the officials to showcase YOE to public policy and administration experts from over 150 countries in Washington, D.C. in March 2025. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന കോൺഫറൻസിൽ വിഷയാവതരണത്തിനാണ് പി രാജീവ് ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചിരുന്നത്. മുഹമ്മദ് ഹനീഷ് IAS, ഹരികിഷോർ IAS എന്നിവരും പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ലോകത്തിനു മുന്നിൽ കേരളം അഭിമാനപൂർവ്വം ശിരസ്സുയർത്തി നിൽക്കേണ്ട സന്ദർഭമാണ് കേന്ദ്രം അവഗണിച്ചതിലൂടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതില്ലെന്ന ചിന്ത നാടിനെതിരാണെന്നും അപലപിക്കപ്പെടേണ്ടതാണെന്നുമുള്ള പ്രതികരണങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കേരളത്തോട് കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അന്ധത കാരണമുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായെന്നും വ്യക്തമാണ്. അന്താരാഷ്ട്രതല സമ്മേളനങ്ങളിലും സെമിനാറുകളിലും പങ്കെടുക്കാൻ കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നത് ഇതാദ്യമല്ല. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.